കുംഭമേള വൈറൽ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ പാലാരിവട്ടം പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പാലാരിവട്ടം പോലീസിനെ ഹർജിയിൽ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഗനുണ്ട്. രാഗൻ, എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പെൺകുട്ടി ഇങ്ങനൊരു ആവശ്യവുമായി ഹർജിയുമായി എത്തിയത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പെൺകുട്ടി എവിടെയാണ്? കഴിഞ്ഞ തവണ ഈ കേസിൽ പോലീസ് സംരക്ഷണം പിൻവലിക്കാം എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ആ പോലീസ് സംരക്ഷണം പിൻവലിച്ചിരുന്നതാണ്. നേരത്തെ സെൻട്രൽ പോലീസിനോടാണ് ഇത്തരത്തിൽ സംരക്ഷണം നൽകാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് കോടതിയിൽ പോലീസ് അറിയിച്ചത് ഇവരെ കണ്ടുകിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പേരും മേൽവിലാസവും വെച്ച് ഉള്ള അന്വേഷണത്തിൽ ഇവരെ കാണുന്നില്ല, മാത്രമല്ല ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ പോലീസ് ബോധിപ്പിച്ചു. തുടർന്നാണ് അന്നത്തെ പോലീസ് സംരക്ഷണം പിൻവലിച്ചത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഇവർ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പാലാരിവട്ടം പോലീസിൽ സംരക്ഷണം ആവശ്യപ്പെട്ടു. ഇക്കാര്യം പോലീസ് സംഘം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി. നേരത്തെ ഇവരുടെ വിവാഹം വിവാദമായിരുന്നു. അതായത് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കാര്യമാണ് മാതാപിതാക്കൾ മുന്നോട്ട് വെച്ചത്. തുടർന്ന് അന്ന് മധ്യപ്രദേശ് പോലീസ് ഭർത്താവ് ഫർഹാനെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നത്. തനിക്ക് പലതരത്തിലുള്ള ഭീഷണിയുണ്ട്, മാത്രമല്ല തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ആ ഘട്ടത്തിലായിരുന്നു അത് കോടതി പരിഗണിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്തുന്നുണ്ട്. മധ്യപ്രദേശിലെ മഹേശ്വർ കോടതി നേരത്തെ ഈ ഭർത്താവിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരുന്നു. പക്ഷേ പിന്നീട് മധ്യപ്രദേശിലെ ഹൈക്കോടതി ആ അറസ്റ്റ് തടയുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം നടപടിക്രമങ്ങൾ അവിടെ ആ നിലയ്ക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പെൺകുട്ടി സംരക്ഷണം നൽകാൻ വീണ്ടും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.